വെൽക്കം ടു മൾട്ടി ട്രേഡ്സ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ഓഫ് ഇൻറ്റിജേഴ്സ്. ഇൻറ്റിജർ എന്താണെന്ന് നമ്മൾ കണ്ടു. അതിനെപ്പറ്റി ഒന്ന് പെട്ടെന്ന് റിവൈസ് ചെയ്തിട്ട് നമുക്കൊരു കുറച്ച് ചോദ്യങ്ങൾ ചെയ്യാം. അത് മനസ്സിലായോ എന്ന് അറിയാനായിട്ട് പെട്ടെന്ന് നമുക്കൊന്ന് റീക്യാപ്പ് ചെയ്യാം. ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ ഒരു ഹോൾ നമ്പറാണ്, ഫ്രാക്ഷനോ ഡെസിമലോ അല്ല. ഇൻറ്റിജർ ക്യാൻ ബി എ പോസിറ്റീവ് ഓർ എ നെഗറ്റീവ് നമ്പർ. നമ്മൾ കണ്ടു, ഒരു നമ്പറിൻ്റെ മുന്നിൽ സൈൻ ഒന്നും ഇല്ല എങ്കിൽ അതിനെ പോസിറ്റീവ് നമ്പറായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. എന്നാൽ നമ്മൾ പിന്നെ കണ്ടു, ഒരു നമ്പറിൻ്റെ മുന്നിൽ നെഗറ്റീവ് ഉണ്ടെങ്കിൽ ദാറ്റ്സ് എ നെഗറ്റീവ് നമ്പർ. സോ ഫ്രാക്ഷനോ ഡെസിമലോ ഇൻറ്റിജർ അല്ല, അതൊരു പൂർണ്ണ സംഖ്യയായിരിക്കണം. അതിനെയാണ് ഇൻറ്റിജർ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പഠിച്ചത് നമ്പർ ലൈനെ പറ്റിയാണ്. നമ്പർ ലൈൻ ഉപയോഗിച്ച് നമുക്ക് മൈനസ് ചെയ്യാനും പ്ലസ് ചെയ്യാനും ഒക്കെ നമ്മൾ പഠിച്ചു ഇന്നലെ. അത് ആ കോൺസെപ്റ്റ് മനസ്സിലാകുമ്പം പെട്ടെന്ന് അതിൻ്റെ ആ അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് കിട്ടും. പിന്നെ നമ്മൾ പഠിച്ചത് ഒരു നമ്പർ ലൈനെ നോക്കി ചെറുത് ഏതാ വലിയത് ഏതാ, ഏത് നമ്പറാണ് വലുത് അല്ലെങ്കിൽ ഏത് നമ്പറാണ് ചെറുത് എന്ന് മനസ്സിലാക്കി. പിന്നെ അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ്റെ റൂൾ നമ്മൾ പഠിച്ചു. അതായത് രണ്ട് സൈൻ സെയിം ആണെങ്കിൽ നമ്മൾ ആഡ് ചെയ്യണം, രണ്ട് സൈൻ ഡിഫറെൻ്റ് ആണെങ്കിൽ സബ്ട്രാക്റ്റ് ചെയ്യണം. അപ്പം നമുക്കൊരു രണ്ട് ചോദ്യങ്ങൾ ചെയ്തിട്ട് നമുക്ക് ഒരു ഇച്ചിരൂടെ കോംപ്ലക്സ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ലെറ്റ്സ് ഡു എ ഫ്യൂ എക്സാമ്പിൾസ് നൗ. -4 + -3. അപ്പോൾ നമ്മൾ പഠിച്ചു തന്നെ, വെൻ ടു സൈൻസ് ആർ ദ സെയിം. സോ ഇവിടെ -4 ഉണ്ട്, -3 ഉണ്ട്. രണ്ട് സൈനും സെയിം ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആഡ് ചെയ്യണം. ആഡ് ചെയ്തിട്ട് പിന്നെ നമ്മൾ സൈൻ നോക്കരുത്. പിന്നെ നോക്കേണ്ടത് തന്നെ ഏത് നമ്പറാണ് വലുത്. അപ്പം വി നോ ദാറ്റ് 4 is big, so that's -7. പിന്നെ നമ്മൾ അടുത്തൊരു ചോദ്യം ചെയ്യും. -14 -3. ഇതെങ്ങനെയാണ് പഠിച്ചത്? നമ്മൾ രണ്ട് സൈൻ അടുപ്പിച്ച് ഇവിടെ നമുക്ക് കാണാം, രണ്ട് സൈൻ അടുപ്പിച്ച് അങ്ങനെ വരികയാണ്. നമ്മൾ അതിനെ ഒരു പോസിറ്റീവായിട്ട് മാറ്റണം. സോ ഇറ്റ് ബിക്കംസ് പോസിറ്റീവ് നമ്പർ. സോ രണ്ട് നെഗറ്റീവ് അടുപ്പിച്ച് വന്നാൽ ഓട്ടോമാറ്റിക്കലി അതങ്ങ് പോസിറ്റീവ് ആവുക. പിന്നെ നമ്മൾ നോക്കേണ്ടത് -14 + 3. അപ്പോൾ വെൻ ടു സൈൻസ് ആർ ഡിഫറെൻറ്റ് വി നീഡ് ടു സബ്ട്രാക്റ്റ്. സോ -14 + 3 വരുമ്പോൾ -11. ഇനി ഒരു ചോദ്യം ചെയ്യാം. -16 -+18 ഈക്വൽസ്. അപ്പോൾ നോക്കുമ്പോൾ ഇവിടെ രണ്ട് സൈൻ മൈനസാണ്, പക്ഷെ നമ്മുടെ ഈ കോൺസെപ്റ്റ് ഇവിടെ വരുന്നില്ല. മൈനസും പ്ലസ് വരുമ്പോൾ എന്നാ പറ്റുന്നത്? ഇതിനെ നമുക്ക് റീറൈറ്റ് ചെയ്യാം. -16 -18 എന്നാണ് വരുന്നത്. അപ്പോൾ രണ്ടും സെയിം സൈനാണ്. രണ്ടും സെയിം സൈൻ ആകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ -34. അപ്പം വെൻ ടു സൈൻസ് ആർ ദ സെയിം യു ആഡ് ദം, വെൻ ടു സൈൻസ് ആർ ഡിഫറെൻറ്റ് യു സബ്ട്രാക്റ്റ്. അത് മാത്രമാണ് നമ്മൾ റൂൾ പഠിച്ചത്. അത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അത് മനസ്സിലിരുന്നുകൊണ്ട് നമുക്ക് ഒരു ചോദ്യം ഒന്ന് ചെയ്യാം. റീക്യാപ്പ് ഓഫ് ആഡിങ് ആൻഡ് സബ്ട്രാക്റ്റിംഗ് ഇൻറ്റിജേഴ്സ്. ഇതൊരു വേർഡഡ് ക്വസ്റ്റ്യൻസ് ആണ്. മിക്ക കുട്ടികൾക്കും വേർഡഡ് ക്വസ്റ്റ്യൻസ് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് വേർഡഡ് ചോദ്യങ്ങൾ ഈ ഓരോ ലെസൺ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യാനായിട്ടാണ്. ഇപ്പം നമുക്ക് ഈ ചോദ്യം ആദ്യം ഒന്ന് മനസ്സിലാക്കാം. ഇൻ എ കിച്ചൺ സം ഫുഡ് ഈസ് സ്റ്റോർഡ് അറ്റ് -15 degrees Celsius ഇൻ ദ ഫ്രീസർ. അപ്പോൾ നമുക്കൊരു വാല്യൂ അവിടെ തന്നിട്ടുണ്ട്. ഫ്രീസറിലുള്ള ഫുഡ് എത്ര ഡിഗ്രിയിലായിരിക്കുന്നത്? -15 degrees Celsius. അപ്പോൾ നമുക്ക് അത്ര ആ ഫസ്റ്റ് ലൈനിൽ നിന്ന് ചോദ്യം മനസ്സിലായി. ഇനി നമുക്ക് പിന്നെയും വായിക്കേണ്ട ആവശ്യമില്ല. ആൻഡ് സം ഫുഡ് ഇൻ ദ കിച്ചൺ ഈസ് അറ്റ് 24 degrees. അപ്പോൾ കിച്ചണിലിരിക്കുന്ന ഫുഡിൻ്റെ ടെമ്പറേച്ചർ പോസിറ്റീവ് നമ്പറാണ്, 24 degrees Celsius. ബട്ട് ഓൺ ദ സ്റ്റൗവിൽ വെള്ളം ബോയിൽ ചെയ്യുന്നുണ്ട്. വാട്ടർ ഈസ് ബോയിലിംഗ് അറ്റ് 98 degrees Celsius.
അപ്പം അതാണ് നമ്മുടെ ചോദ്യം. നമ്മളപ്പോൾ അതിനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതിയേക്കുക. ഫ്രീസറിൽ -15 കിച്ചണിൽ 24 ഡിഗ്രിയാണ്, ബോയിലിംഗ് വാട്ടർ 98 ഡിഗ്രീസിൽ. ഇനി നമുക്ക് ചോദ്യം എന്താണെന്ന് വായിക്കാം. ഡ്രോ എ നമ്പർ ലൈൻ ടു ഷോ ദ പൊസിഷൻസ് ഓഫ് ദ ടെമ്പറേച്ചർ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളൊരു നമ്പർ ലൈൻ അങ്ങ് വരയ്ക്കണം. സോ ലെറ്റ്സ് ഡ്രോ എ നമ്പർ ലൈൻ. ഇനിയും ആ നമ്പർ ലൈൻ ഉപയോഗിച്ച് നമ്മൾ ഇതിൻ്റെ ഇത് അടയാളപ്പെടുത്തണം. സോ ലെറ്റ്സ് ട്രൈ ദാറ്റ്. സോ ലെറ്റ്സ് പുട്ട് 0 ഹിയർ. ഇതെന്തിനാണ് ഞാനിവിടെ 0 ഇടുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് 98 വരെ പോസിറ്റീവ് സൈഡിലോട്ട് പോകണം. സോ ലെറ്റ്സ് ഡു 10, 20, 30, 40, 50, 60, 70, 80, 90 and 100. So let's just extend that. Okay. സോ നമ്മുടെ ടെമ്പറേച്ചർ ഏകദേശം ഇവിടെയായിട്ട് വരും, 98 ഡിഗ്രീസ്. കറക്റ്റ് 100 അല്ല, തൊട്ട് മുന്നിൽ. സോ ലെറ്റ്സ് പുട്ട് ദാറ്റ് ആസ് ബോയിലിംഗ് വാട്ടർ. പിന്നെ നമ്മുടെ കിച്ചൺ ടെമ്പറേച്ചർ ഉണ്ട്. കിച്ചൺ ടെമ്പറേച്ചർ 20യുടെ 30യുടെ നടുക്കാണ് 25. അതിൻ്റെ തൊട്ടിപ്പുറമായിട്ട് വരും. സോ ലെറ്റ്സ് പുട്ട് ദാറ്റ് ആസ് കിച്ചൺ. ദാറ്റ്സ് 24. പിന്നെ ഇപ്പുറത്തോട്ട് പോകുമ്പോൾ മൈനസാണ് വരുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് -10, -20, -30. ഇന്നലത്തെ ലെസൺ മനസ്സിലായെങ്കിൽ നമുക്കിത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. 10ൻ്റെയും 20യുടെ ഇടയ്ക്ക് വരുന്നതാണ് -15. സോ -15 ഹിയർ. സോ ദാറ്റ്സ് ഫ്രീസർ. ഫ്രീസർ ഈസ് ഇറ്റ് -15. അപ്പോൾ നമ്മളിത് ആദ്യത്തെ ചോദ്യം ചെയ്തു. സോ സിമ്പിളായിട്ട് നമ്മൾ ആ ക്വസ്റ്റ്യൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്കതിനെ ചെയ്യാൻ പറ്റും. അടുത്ത ചോദ്യം. സോ ദാറ്റ്സ് ആൻസേർഡ് പാർട്ട് എ. ഇനി ലെറ്റ്സ് ഡു പാർട്ട് ബി. പാർട്ട് ബി എന്താ ചോദിക്കുന്നത്? വാട്ട് ഈസ് ദ ഡിഫറൻസ്? ഡിഫറൻസ് എന്ന് പറയുമ്പോൾ എന്നാ? അത് തമ്മിലുള്ള വ്യത്യാസം. അതാണ് നമ്മൾ മനസ്സിലാവും. വാട്ട് ഈസ് ദ ഡിഫറൻസ് വ്യത്യാസം കാണണമെങ്കിൽ നമ്മൾ അതിനെ സബ്ട്രാക്ട് ചെയ്യണമെന്ന് അതിൻ്റെ അർത്ഥം. വാട്ട് ഈസ് ദ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ ബിറ്റ്വീൻ ദ ഫുഡ് സ്റ്റോർഡ് ഇൻ ദ ഫ്രീസർ ആൻഡ് ഫുഡ് ഇൻ ദ കിച്ചൺ? ആൻഡ് ഫ്രൂട്ട്സ് ഓർ ഫുഡ് ഇൻ ദ കിച്ചൺ. അപ്പം നമ്മൾ ഇത് തമ്മിലുള്ള വ്യത്യാസം ഇവർ ചോദിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഒരു ഹിൻറ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഓൾവേസ് സ്റ്റാർട്ട് വിത്ത് ദ ബിഗ് നമ്പർ. സോ ബിഗ് നമ്പർ ഈസ് 24 ബിക്കോസ് ഇറ്റ്സ് ഓൺ ദ റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് 0. 0യുടെ റൈറ്റ് ഹാൻഡ് സൈഡിലോട്ടാണ് 24 വരുന്നത്. അതുകൊണ്ട് അതാണ് ബിഗ് നമ്പർ. മൈനസ് ബിക്കോസ് ദേ ആർ ആസ്കിങ് അസ് ടു ഫൈൻഡ് ദ ഡിഫറൻസ്. സോ മൈനസ്. ദെൻ വി ഹാവ് -15 ഡിഗ്രീസ്. സോ ഇതിനെ റീറൈറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരുന്നത്? 24 + 15 ബിക്കോസ് രണ്ട് സൈൻ അടുപ്പിച്ച് വന്നാൽ ഇറ്റ് ബിക്കംസ് ഓട്ടോമാറ്റിക്കലി പോസിറ്റീവ്. So 24 + 15, so 5 + 4 is 9, 1 + 2 is 3. So 39 degrees is the difference. Now last part. So 39 degrees Celsius. What is the difference in temperature between the boiling water and the fruit or food? So let's turn that to food in the kitchen. Okay, what is the difference in temperature between the boiling water? So boiling water is 98 degrees. So 98 minus, and the food in the kitchen is 24. So what's the answer? So 98 minus 24. 8 take away 4. 8 in the 4 പോയാൽ 4. 7 + 2 is 9. So 74 degrees Celsius. So I hope that makes sense to you. അത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനത്തെ വേർഡഡ് പ്രോബ്ലംസ് മിക്ക കുട്ടികൾക്കും ഞാൻ കണ്ടിരിക്കുന്നത് അവരത് കാണുമ്പോൾ തന്നെ അത് വായിക്കാൻ താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും വായിക്കുക, എന്നിട്ട് സിംപ്ലിഫൈ ചെയ്ത് എഴുതുക. അത് ആ ക്വസ്റ്റ്യനെ നമുക്കറിയാവുന്ന രീതിയിൽ അത് എഴുതി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്കി ചോദ്യങ്ങൾ എളുപ്പമായിരിക്കും. അത് കണ്ട് ഭയപ്പെടരുത്. ലെറ്റ്സ് മൂവ് ഓൺ ടു അനദർ ടോപ്പിക്, അസെൻഡിങ് ആൻഡ് ഡിസെൻഡിങ് ഓർഡർ. സോ അസെൻഡിങ് ആൻഡ് ഡിസെൻഡിങ് ഓർഡർ ചെയ്യുമ്പം ആദ്യമൊക്കെ നമുക്കറിയാം അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ ചെറിയ നമ്പറിൽ നിന്ന് വലിയ നമ്പറിലേക്ക് പോവാം. ഡിസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പറിലേക്ക് വരിക. സോ ലെറ്റ്സ് ഡ്രോ എ നമ്പർ ലൈൻ ഹിയർ. സോ 0 is in the middle. So let's put the negative numbers on the left hand side. So -2, -5. Right hand side you have 2, 5 and 6. So
We can see here it's ascending order going from small number. That's why our 5, negative 5 is the smallest number, and we are going to the highest number. So this is ascending order. Descending order എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാം. It's going backward. So from big number to small number. I hope that makes sense to you. ഇനിയും നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം മൾട്ടിപ്ലൈയിങ് ആൻഡ് ഡിവൈഡിങ് ഇൻറ്റിജേഴ്സ്. അത് പറ്റി നമുക്ക് അടുത്ത ക്ലാസ് പഠിക്കാം. ഇത് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്ലീസ് കമൻറ്റ് ബിലോ. Please subscribe. Please encourage us and support us. Thank you so much for watching. Bye.